ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതി നമ്മൾ ഏതാനും വർഷങ്ങളായിട്ട് കേൾക്കാറുണ്ട്. 2024 കൂടി ഇത് നടപ്പിലാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹം. എന്താണ് ഈ ഒരു രാജ്യം ഒരു പദ്ധതി എന്നുള്ളത്? എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലായിട്ടാണ്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്തമായ ഒരു സമയത്തുമാണ് നടക്കുന്നത്. ഇതുകൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഈ ഒരു അവസ്ഥക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പദ്ധതി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്. എന്നാൽ നരേന്ദ്രമോദി അല്ല ഇത്തരത്തിലുള്ള പദ്ധതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. മുൻകാലങ്ങളിൽ LK അദ്വാനിയും അതുപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയുമെല്ലാം ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ഇനി ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെലവിനത്തിൽ നമ്മുടെ ഖജനാവിന് വൻ തുക ചെലവായിട്ട് നഷ്ടമാകുന്നുണ്ട്. ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നടക്കുമ്പോൾ ഇത്തരത്തിൽ ചെലവിൻ്റെ കാര്യത്തിൽ വളരെ ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല തെരഞ്ഞെടുപ്പുകൾക്ക് സേനാ വിഭാഗത്തെ നമ്മൾ വിന്യസിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സുരക്ഷാ ലക്ഷ്യത്തിൽ നിന്നും മാറ്റി നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇവരെ നിയോഗിക്കേണ്ടതായി വരുന്നു. മൂന്നാമതായി പറയുകയാണെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാറുണ്ട്. ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കൊണ്ടുതന്നെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഭരണ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. പുതുതായി പദ്ധതികൾ അവതരിപ്പിക്കാനോ പദ്ധതി തുകകൾ ചെലവഴിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ, ഭരണസ്തംഭനം തന്നെ ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നങ്ങൾക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പല സമയങ്ങളിലായി പെരുമാറ്റച്ചട്ടം വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രശ്നമായിരുന്നു ഉദ്യോഗസ്ഥരെ ഈ ഡ്യൂട്ടിക്ക് വിന്യസിക്കേണ്ടത് കൊണ്ട് അവരുടെ ജോലിയിൽ നിന്നും അവരുടെ ശ്രദ്ധ തെറ്റുന്നു എന്നുള്ളത്. ഇതിനെല്ലാം തന്നെ ഒരുമിച്ച് ഇലക്ഷൻ നടത്തുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ടാൽ മതി. അതിൽ നിന്ന് എല്ലാം തന്നെ ഒരു മാറ്റമുണ്ടാക്കാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിക്ക് സാധിക്കും. ഈ ഒരു സമയത്ത് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് പറയാനുള്ളത്. ഇനി ഇതിനെ എതിർക്കുന്നവർ, ഇതിൻ്റെ എതിർവാദങ്ങൾ, ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ തെരഞ്ഞെടുപ്പ് ചെലവിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ മാർഗത്തിലുള്ള വോട്ടെടുപ്പിന് നമ്മൾ ചെലവ് നോക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് ഒരു വാദം. രണ്ടാമതായി സുരക്ഷാ സേനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് അർദ്ധസൈനിക വിഭാഗത്തെയാണ്. അതുകൂടാതെ റിസർവ് ബറ്റാലിയനിലുള്ള സൈനികരെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും നമുക്ക് വലിയൊരു നഷ്ടമുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിനെ ഗുണങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ മറ്റു ദോഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എതിർവാദത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു രീതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതി ഒരു ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് വ്യത്യസ്തമായ വോട്ടിംഗ് പാറ്റേൺ രീതികളാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് കേരളത്തിൽ നേടിയ കോൺഗ്രസ് പാർട്ടിക്ക്. എന്നാൽ 2 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറാനോ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചില്ല. LDF വൻ തിരിച്ചുവരവ് നടത്തി. ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വോട്ടിംഗ് പാറ്റേണുമാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നത്. ഈ രീതിക്ക് ഒരു അറുതി വരുത്തി ഒരൊറ്റ ഇലക്ഷൻ മൂഡുണ്ടാക്കാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതി കാരണമാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരു പഠനത്തിൽ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ 77% ആളുകളും ഒരേ രീതിയിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമെല്ലാം ഒരുമിച്ച് ഇലക്ഷൻ നടത്തുമ്പോൾ ഈ ഒരു പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുണ്ടാകുന്ന സന്തുലിതാവസ്ഥ, പ്രാദേശികമായ വാദങ്ങൾ, അത്തരത്തിലുള്ള ഇന്ത്യയുടെ ഒരു പ്രത്യേകമായി കണ്ടുവരുന്ന സ്വഭാവം നഷ്ടപ്പെടുകയും ദേശീയമായിട്ടുള്ള ഒരൊറ്റ ചിന്താഗതി മാത്രമാകും എന്നും പറയപ്പെടുന്നുണ്ട്.
മാത്രമല്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതി ആദ്യമായിട്ടല്ല നടപ്പാക്കാൻ പോകുന്നത്. 1951-52 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചാണ് നടന്നത്. പിന്നീട് 57-ലും 62-ലും 67-ലും എല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടത്തിയത്. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 59-ൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട സമയത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാണ് 62 വരെ കൊണ്ടുപോയത്. പിന്നീട് 67-ന് ശേഷം സംഭവിച്ചത് ഏകദേശം 30ഓളം തവണകളായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. 77-ന് ശേഷം 9ഓളം തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രപതി ഭരണം വെച്ച് നിയമസഭകളുടെയൊക്കെ കാലാവധി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന് എതിരായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ആർട്ടിക്കിൾ 83-ൽ പറയുന്നത് 5 വർഷമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിയമസഭയുടെ കാലാവധി, അല്ലെങ്കിൽ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നുണ്ട്. ഈ 5 വർഷം പൂർത്തീകരിക്കാതെ ഇലക്ഷൻ നടന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഗവൺമെൻറ് തകർന്നു പോയാൽ, ഏതെങ്കിലും സർക്കാർ തകർന്നു പോയാൽ, പിന്നീടുള്ള 4 വർഷം ഇത്തരത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കൊണ്ടുപോകേണ്ട ഒരു വളരെ വിചിത്രമായ ഒരു നടപടിയിലേക്ക് നമ്മുടെ രാജ്യം കടക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. മാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇത്രയും കാലത്തെ ലോക്സഭാ ചരിത്രത്തിൽ 9 തവണ മാത്രമാണ് 5 വർഷം പൂർത്തീകരിച്ച ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു കാര്യവും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇന്ത്യ പോലെ വളരെ വൈവിധ്യം നിറഞ്ഞ, വളരെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള, വിചിത്രമായ പ്രാദേശികവാദങ്ങളുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരൊറ്റ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലക്ഷൻ എന്നത് അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ വാദം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതി നമുക്ക് ആവശ്യമുണ്ടോ? വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.